കൊടുങ്ങല്ലൂരിൽ നിന്നും നമ്മൾ യാത്ര തിരിക്കുന്നത് മാള ജൂത സിനഗോഗിലോട്ടാണ്. അപ്പോൾ കൊടുങ്ങല്ലൂർ അമ്പലത്തിൻ്റെ മുന്നിൽ നിന്നും KSRTC ബസ്സിലാണ് നമ്മൾ യാത്ര തിരിക്കുന്നത്. നേരെ മാള ജൂത സിനഗോഗ് കാണാനാണ് നമ്മൾ യാത്ര പോകുന്നത്. അപ്പോൾ ഇവിടെ നിന്നും ഏകദേശം 20 രൂപ ടിക്കറ്റ് ചാർജാണ് നമുക്ക് മാളയിലോട്ടുള്ളത്. മാള ബസ് സ്റ്റാൻഡ് KSRTC ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയാലും മാള പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയാലും 150 മീറ്റർ മാത്രമാണ് ജൂത സിനഗോഗിലോട്ടുള്ള ദൂരം വരുന്നത്. ഇതേ 150 മീറ്റർ തന്നെ ഓപ്പോസിറ്റ് നടന്നു കഴിഞ്ഞാൽ ജൂത സെമിത്തേരിയിലും എത്താവുന്നതാണ്. അപ്പോൾ നമ്മൾ മാളയിൽ എത്തിയിട്ടുണ്ട്. നേരെ മുന്നിൽ കാണുന്നതാണ് ജൂത സിനഗോഗ്. അപ്പോൾ ഒരുപാട് ജീർണാവസ്ഥയിൽ കിടന്ന സിനഗോഗ് മുസ്ലിം പൈതൃക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ട് നവീകരിച്ച രൂപമുണ്ട് ഈ കാണുന്നത്. ഒരുപാട് കഷ്ടപ്പെട്ട് തന്നെ അവർ നവീകരിച്ചെടുത്തിട്ടുണ്ട്. കാരണം കഴിഞ്ഞ വീഡിയോ നമ്മൾ കാണുമ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, ഒരുപാട് ജീർണാവസ്ഥയിലായിരുന്നു. എന്നിട്ട് വർക്ക് നടന്നെങ്കിലും തുറന്നു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ തുറന്നു കൊടുത്തിട്ടുണ്ട്. നമ്മൾ വരുന്നതൊരു ഞായറാഴ്ചയാണ്. തിങ്കളാഴ്ച ഇതുപോലെയുള്ള പുരാവസ്തു സംബന്ധമായിട്ടുള്ള എല്ലാവരും മുടക്കായിരിക്കുള്ളൂ. മ്യൂസിയം കാര്യങ്ങളൊക്കെ മുടക്കായിരിക്കുള്ളൂ. നമ്മൾ അകത്തേക്ക് കയറുമ്പോൾ കാണുന്ന കാഴ്ച എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഏച്ചുകൂട്ടലുകൾ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് മര ഉരുപ്പടികളൊക്കെ നശിച്ചു പോയിട്ട് അത് വീണ്ടും റിക്കവർ ചെയ്തെടുത്തത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. മാത്രമല്ല ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ഉദ്യോഗസ്ഥൻ അവിടെ ഉണ്ടായിരുന്നു. ആൾ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. നമ്മൾ അകത്ത് കയറുമ്പോൾ കാണുന്ന കാഴ്ച ഇതാണ്. വളരെ ഭംഗിയുള്ള കൊത്തുപണികളോട് കൂടിയ ഒരു രണ്ടാമത്തെ നില. ആ രണ്ടാമത്തെ നിലയിലോട്ടാണ് നമ്മൾ ഈ കയറുന്നത്. അപ്പോൾ ഇവിടെ ഇരുന്നിട്ടാണ് സ്ത്രീകൾ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ വീക്ഷിക്കുന്നത്. ആണുങ്ങളുടെ ഇടയിലിരുന്ന് ആണുങ്ങളും പെണ്ണുങ്ങളും ഇടകലർന്നിരുന്നിട്ടുള്ളൊരു പ്രാർത്ഥനാ രീതി ജൂതന്മാർക്കില്ല. ആണുങ്ങൾ വേറെ പെണ്ണുങ്ങൾ വേറെ സൈഡിലാണ് ഇരിക്കുക. നമ്മളിപ്പോൾ കയറി വന്ന ഗോവണിയിലൂടെ പോലുമല്ല ഇവർ അകത്തേക്ക് കയറുക. അതിന് പുറത്ത് വേറൊരു ഗോവണി വെച്ചിട്ടുണ്ട്. നിങ്ങളിപ്പോൾ കാണുന്നിടത്ത് ശരിക്കും ഒരു അൾത്താര ഉണ്ടാകും. പക്ഷേ ഇവിടെ അൾത്താര കാര്യങ്ങളൊന്നുമില്ല. അത് ജൂതർ തന്നെ പൊളിച്ച് ഇസ്രായേലിലോട്ട് കൊണ്ടുപോയി അവിടെ പുനർനിർമ്മിച്ചിട്ടുണ്ടാവണം. കാരണം അവർ ആ ഒരു രീതി ഇവിടെ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം നമ്മളിവിടെ ഒരുപാട് അവഗണന നേരിട്ടപ്പോൾ, കാരണം അവരുടെ ശേഷിപ്പുകളൊക്കെ സൂക്ഷിക്കാതിരുന്ന സമയത്ത് ഇപ്പോൾ സർക്കാർ മുൻകൈ എടുത്ത് വളരെ ശക്തമായ രീതിയിൽ തന്നെ ഇത് സൂക്ഷിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മൾ രണ്ടാമത്തെ നിലയിൽ നിന്നും മച്ചിലോട്ടുള്ളൊരു ഗോവണിയാണ് ഇപ്പോൾ കയറുന്നത്. പക്ഷെ അവിടെ യാതൊന്നും ഉണ്ടായിരുന്നില്ല. അവിടെ ജസ്റ്റ് കുറേ പ്രാവിൻ്റെ വേസ്റ്റും കാര്യങ്ങളൊക്കെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മളിനി അടുത്തത് പോകാൻ പോകുന്നത് ഇതിനോട് ചേർന്നിട്ടുള്ളൊരു ഹാളിലാണ്. ഈ ഹാളിൽ വെച്ചുകൊണ്ടാണ് ജൂത പുരോഹിതന്മാർ, അവർ അറിയപ്പെടുന്ന റബ്ബികൾ എന്നാണ്. ഈ റബ്ബികൾ തോറ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് അല്ലെങ്കിൽ പഠിപ്പിച്ച് കൊടുക്കുന്നത് ആ ഒരു ഹാളിൽ വെച്ചിട്ടാണ്. ഇതിനൊക്കെ പ്രത്യേകത വെച്ചാൽ എയർ പാസേജ് നല്ല പോലെ അവർ ഉറപ്പാക്കിയിട്ടുണ്ട്. പണ്ടത്തെ നിർമ്മാണ രീതിയിൽ എയർ പാസേജ് നല്ല പോലെ ഉറപ്പാക്കിയിട്ടുണ്ട്. എല്ലായിടത്തും വിൻഡോസും കാര്യങ്ങളുമാണ്. ഇതാണ് തോറ പഠിപ്പിക്കുന്ന ഹാള്. ശരിക്കും ഇത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നിലവിൽ പുറത്തേക്കൊരു വാതിലാണ്. ശരിക്കും ആ വാതിലല്ല, അവിടെ ഒരു പഠിപ്പുര, അതിനോട് ചേർന്നൊരു നടപടി കാര്യങ്ങളൊക്കെ ഉണ്ട്. അതാണ് ജൂത സിനഗോഗിൻ്റെ ഒരു രീതി. അങ്ങനെയാണ്. ഇനി നമ്മൾ താഴത്തോട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ താഴത്തോട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു പ്രാർത്ഥനയായിട്ടുള്ളൊരു പീഠമാണ് ആ കാണുന്നത്. ആ പീഠം പുതുതായിട്ട് ആരോ അവിടെ ഡൊണേറ്റ് ചെയ്തതാണത്. ആരോ അവിടെ കൊണ്ടുവന്ന് വെച്ചാണെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. പുരാവസ്തു വകുപ്പിനോട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ പറഞ്ഞത് അവർക്ക് ഡൊണേഷനായിട്ട് ചെയ്തതെന്നാണ് പറഞ്ഞത്. നിങ്ങളിപ്പോൾ കാണുന്നുണ്ടാവും ഈ ഭാഗത്തുനിന്ന് ഇപ്പോൾ നേരെ ഒന്നുമില്ല. ശരിക്കും താഴേക്ക് ഒരു അപകടകരമായ അവസ്ഥയാണ്. ശരിക്കും ഒരു ചെറിയൊരു ഗാർഡെങ്കിലും ചെയ്യേണ്ടതായിരുന്നു. അതെന്തായാലും ചെയ്തിട്ടില്ല. പിന്നെ കുട്ടികൾ വരാത്തത് കൊണ്ടായിരിക്കാം ഇങ്ങനെ ചെയ്യാത്തത്. നമുക്ക് ഇവിടെ നിന്നും നോക്കിയാലും മാള ടൗണിൻ്റെ ഒരു നല്ലൊരു ദൃശ്യം, ഇപ്പോൾ ഫോട്ടോഗ്രാഫേഴ്സൊക്കെ ആണെങ്കിൽ ഇത് ഷൂട്ട് ചെയ്യാൻ പറ്റിയൊരു ദൃശ്യമാണത്. ഇനി നമ്മൾ താഴോട്ട് ഇറങ്ങുമ്പോൾ ഈ ഈ പീഠമാണ് നമ്മൾ മുകളിൽ നിന്നും കണ്ടത്. അപ്പോൾ ഈ പീഠം പുതിയതാണ്. അത് കറക്റ്റ് കണ്ടാലും നമുക്ക് മനസ്സിലാവും യാതൊരു കൊത്തുപണികളും കാര്യങ്ങളൊന്നുമില്ല. ഒരു സ്ക്വയർ നിർമ്മിതി, ഒരു ചതുര നിർമ്മിതിയാണത്. വലിയ കൊത്തുപണി കാര്യങ്ങളായിട്ടൊന്നും ഇതിൽ ചെയ്തിട്ടില്ല. മാത്രമല്ല മരവുരുപ്പടിയൊക്കെ ഭയങ്കരമായിട്ട് വ്യത്യാസമുണ്ട്. അപ്പോൾ അൾത്താര കാര്യങ്ങളൊന്നും നമുക്ക് കാണാനില്ല. എന്നിരുന്നാൽ കൂടി ഒരുവിധം നമുക്ക് ജൂതപ്പള്ളിയുടെ സ്ട്രക്ചർ നമുക്ക് മനസ്സിലാവും. ഇനി ജൂതന്മാരെ സംബന്ധിച്ച് പറയുന്ന ചരിത്രമാണെങ്കിൽ പ്രായം കുറഞ്ഞ സിനഗോഗുകളിലൊന്നാണ് മാള. ഇതിന് വളരെ പ്രായം കുറവാണ്. ഇപ്പോൾ ഈ മച്ചിൽ എഴുതി വെച്ചിരിക്കുന്ന ഹീബ്രു ഭാഷയിൽ അവൻ നിങ്ങളുടെ നാവിനെയും ശരീരത്തെയും സുഖപ്പെടുത്തുമെന്നാണ്. ഇത് ഞാൻ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ ഇട്ടിട്ട് വായിച്ച് എടുത്തതാണ്. അതുകൂടാതെ മലയാള മാസത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് ഈ സിനഗോഗിൽ എന്നാണ് അടിസ്ഥാനം ഇട്ടതെന്നുള്ളത്. എല്ലാ സിനഗോഗുകളും ഫേസ് ചെയ്യുന്നത് പടിഞ്ഞാറോട്ടാണ്. പടിഞ്ഞാറ് ജെറുസലേം ഫേസ് ചെയ്തിട്ടാണ് ഇവർ പ്രാർത്ഥിക്കുന്നത്. ജെറുസലേമിലെ പള്ളി, അവിടെ ഒരു പള്ളി ഉണ്ടായിരുന്നു. ആ പള്ളിയിലോട്ട് ഫേസ് ചെയ്തിട്ടാണ് ഇവർ പ്രാർത്ഥിക്കുന്നത്.
ജൂതന്മാർ ഇതിന് കൊടുക്കുന്ന പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഷാലോം പറഞ്ഞിട്ടാണ് ഒരാളെ അഭിസംബോധന ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ആ പള്ളിയിൽ വെച്ച് അടുത്ത ശാപത്തിന് കാണാം എന്നൊക്കെയാണ് ഇവർ ഇത് ചെയ്യുന്നത്. വിഷ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. നമുക്കിവിടെ ചിത്രപ്പണികളോട് കൂടിയാണ്, ചിത്രപ്പണി വെച്ചാൽ പൂക്കളും കാര്യങ്ങളൊക്കെ കൊത്തി വെച്ചിട്ടുള്ള മച്ചും കാര്യങ്ങളൊക്കെ കാണാം. നല്ല ഉരുപ്പടികളാണ് ഇതിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത്രയും കാലമായിട്ടും നമുക്ക് പഴയ ഉരുപ്പടി ഇവിടെ തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട്. യാതൊരുവിധ പ്രശ്നങ്ങളും കാര്യങ്ങളില്ലാതെ നിലനിൽക്കുന്നുണ്ട്. ജൂതരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ സെമിത്തേരി ഇവിടെ തൊട്ടടുത്തുണ്ട്. മാള ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി കഴിഞ്ഞാൽ മാള പോലീസ് സ്റ്റേഷൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ 150 മീറ്റർ ദൂരം മാത്രമാണ് അതിലോട്ടുള്ളത്. പക്ഷേ അവിടെ കാണാനായിട്ടൊന്നുമില്ല. 2-3 കല്ലറകൾ മാത്രമാണ് നല്ല രീതിയിലുള്ളത്. ബാക്കിയെല്ലാം നാശോന്മുഖമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ പറവൂർ ജൂത സിനഗോഗ്, നോർത്ത് പറവൂരുള്ള ഒരു മാർക്കറ്റിനോട് അടുത്തുള്ള ഒരു സിനഗോഗ് ഉണ്ട്. ആ സിനഗോഗിൻ്റെ വീഡിയോ ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ നേരെ ബസ് കയറിയിട്ട് നേരെ കൊടുങ്ങല്ലൂർക്ക് തന്നെ തിരിച്ച് യാത്രയാവുകയാണ് കേട്ടോ. അപ്പോൾ ഇത്ര നേരം വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.